പഴയ ഭാര്യ ഇപ്പോഴത്തെ ഭാര്യ എന്ന് വേണ്ട, എല്ലാ സംഗതികളും എതിരാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത്തവണ ഗണേഷ് കുമാർ തോറ്റില്ലെങ്കിൽ ഇത് ഒരിക്കലും തോറ്റില്ല. ശോഭാ സുരേന്ദ്രന് മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ ചാൻസ് കൂടുതലുണ്ട്. എന്ന് വെച്ചാൽ ത്രികോണ മത്സരത്തിൻ്റെ ഒരു ആനുകൂല്യമുണ്ട്. ശരിക്കും ആളുകൾ കൊടുക്കുന്നത് പണമല്ല, ചാരായമാണ്. ഈ മദ്യത്തിൻ്റെ വലിയൊരു മലമ്പുഴ അണക്കെട്ട് പൊട്ടും. ഇപ്പം പാലക്കാട്ടെ ഞാൻ മലമ്പുഴ എന്ന് പറഞ്ഞു, ഇവിടെയാണെങ്കിൽ ഇടുക്കി അണക്കെട്ട്. എന്നിട്ട് ഇതെങ്ങനെ അങ്ങോട്ട് ഒഴുകും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ടി എൻ ജേക്കബ് മരിച്ച് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ഇത്രയധികം മദ്യം ഒഴുകിയത്. മൂവാറ്റുപുഴയാറിൻ്റെ ഒരു കൈവഴിയായിട്ട് ബ്രാൻഡിയും റമ്മൊക്കെ ഒഴുകി എന്നുള്ളതാണ് പിറവത്ത്. SDPIക്ക് വോട്ട് കുറവാണ്, പ്രവർത്തകരും കുറവാണ്. പക്ഷേ ഒരു SDPIക്കാരൻ്റെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലാണ്. അവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന സ്വാധീനം വളരെ വലുതാണ്. ഈ PDPക്കാർ വീടാന്തരം നടത്തിയ ഒരു പ്രചരണം എന്ന് വെച്ചാൽ ഓക്കെ, അന്ന് അബ്ദുൽ നാസർ മദനി ജയിലിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ AK ആൻ്റണി മുഖ്യമന്ത്രിയാവും. ആൻ്റണി ജയലളിതയോട് പറഞ്ഞ് മദനിയെ മോചിപ്പിക്കും എന്നുള്ളത് നമുക്കറിയാം. ആൻ്റണി പറയുകയില്ല, പറഞ്ഞാൽ ജയലളിത മോചിപ്പിക്കുകയില്ല. പെരുമ്പാവൂരിൽ PP തങ്കച്ചനെ തോൽപ്പിച്ചത് മദനിയാണ്. ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം എപ്പോഴും ഉണ്ടാവും വെച്ചാൽ UDFൻ്റെ 5 കൊല്ലത്തെ ഭരണം കഴിയുമ്പോഴേ. അപ്പോൾ ഈ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് കൈവശം വെക്കും. അവർ ഭരിക്കുന്ന വകുപ്പിൻ്റെ ആനുകൂല്യം മുഴുവനും അതാത് സമുദായങ്ങൾക്ക് മാത്രം കിട്ടുന്നു എന്നൊരു തോന്നൽ ഹിന്ദുക്കളുടെ ഇടയിൽ വ്യാപകമായിട്ടും ഉണ്ടാകും. അപ്പോൾ 2016 ഏഴാവൂർ ദുരന്തമായിരിക്കും. ശൈലജ ടീച്ചർ തോറ്റുപോകാനുള്ള സാധ്യത. സന്ദീപ് വാര്യരെ മത്സരിപ്പിക്കണമെങ്കിൽ പാലക്കാട് ജില്ലയിലെ ഏതെങ്കിലും സീറ്റിൽ നിർത്തണമായിരുന്നു. ഇതിനകത്ത് തൃക്കരിപ്പൂര് കൊണ്ട് വിടുക അക്രമമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല, ആരോടും ചെയ്യാൻ പാടില്ല, ശത്രുക്കളിൽ പോലും ചെയ്യാൻ പാടില്ല. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞനുസരിച്ചാണെങ്കിൽ BJPക്ക് ഭൂരിപക്ഷം കിട്ടിയ പുള്ളി മുഖ്യമന്ത്രിയാകില്ല. ഇല്ല, വർഗീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതലുണ്ടായിരുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പം ഭരണപക്ഷം ന്യൂനപക്ഷം പ്രീണനം നടത്തുമെന്ന് UDFും അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയത ആലോചിക്കുകയാണെന്ന രീതിയിൽ ഇപ്പുറത്തും പറയുമ്പോൾ, തിരിച്ച് ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള കൂട്ടുപിടിക്കുന്ന ഒരു സാഹചര്യം ഒരു സ്ഥലത്ത് നിൽക്കുന്നു. ഇങ്ങനെ എല്ലാവരും പരസ്പരം ഒരു വർഗീയത ആരോപിക്കുമ്പോൾ ശരിക്കും യഥാർത്ഥത്തിൽ ഈ സെക്യുലറിസം എന്ന് പറയുന്ന ഒരു വോട്ടർ അതെവിടെ പോവും? അല്ല, അങ്ങനെ ഒരു സാധനം ഇപ്പോൾ കുറേ കാലമായിട്ടില്ല. എല്ലാവരും ഇങ്ങനെ വർഗീയതയെ പറ്റി പറയുകയും അവർക്ക് സൗകര്യമുള്ള രീതിയിൽ അതാത് പാർട്ടികളെ താലോലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഇടതുമുന്നണി ആണല്ലോ ഇതിനൊക്കെ കുറച്ച് അതീതമായിട്ട് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും കുറച്ചൊക്കെ അതീതമായിട്ട് പ്രവർത്തിക്കുന്നു. അതിലെ ഒരു ഔപചാരിക ഘടകകക്ഷിയാണ് ഇന്ത്യൻ നാഷണൽ ലീഗ്, അനൗപചാരിക ഘടകകക്ഷിയാണ് PDP. പിന്നെ ഇത്തവണ പുറമേ നിന്ന് പിന്തുണയ്ക്കുന്ന ഒരു ഘടകകക്ഷിയാണ് SDPI. ഈ 3 സ്ഥാനങ്ങളുടെ വോട്ട് മേടിച്ചുകൊണ്ടാണ് വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്. പിന്നെ കോൺഗ്രസിൻ്റെ പറയേണ്ടതില്ലല്ലോ. CPM ഇങ്ങനെയെങ്കിൽ പിന്നെ കോൺഗ്രസ്സുകാർക്ക് എന്താ ചെയ്യാൻ പാടുള്ളത്? അതുകൊണ്ട് അവർ മുസ്ലിം ലീഗുമായിട്ട് എത്ര കൊല്ലമായിട്ട് ബാന്ധവത്തിലാണ്. അതിന് പുറമെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. അപ്പം ഇതൊക്കെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ RSSൻ്റെ BJPയുടെ വോട്ട് കിട്ടുമോ എന്ന് ഈ പാർട്ടികൾ അത് പരിശ്രമിക്കുകയും ചെയ്യും. ചർച്ചയുണ്ടാക്കാൻ മാത്രമായിട്ട് SDPIയുടെ ഒരു സാധനം കൊണ്ടുവന്നു എന്നല്ലാതെ മൊത്തം കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയത്തെ വലിയ സ്വാധീനമൊന്നും അവർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അല്ല, SDPIക്ക് വോട്ട് കുറവാണ്, പ്രവർത്തകരും കുറവാണ്. പക്ഷേ ഒരു SDPIക്കാരൻ്റെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലാണ്. അവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന സ്വാധീനം വളരെ വലുതാണ്. അതാണ് വ്യത്യാസം. SDPIക്കാർക്ക് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ അവർ എണ്ണത്തിൽ കുറവായിരിക്കും. മുസ്ലിം ലീഗുകാരുടെ എണ്ണത്തിൽ വളരെ കൂടുതലാണ്, ഇല്ലേ? പക്ഷെ അവരൊരു സാധാരണ കോൺഗ്രസ് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. മറ്റത് അങ്ങനെയല്ല. മറ്റത് ഈ ചെറു പാർട്ടികളാണെങ്കിലും ഇവർക്ക് അവർക്ക് കഴിയാത്ത കമ്മ്യൂണിക്കേഷൻ വളരെ കൂടുതൽ വോട്ടർമാരിലേക്ക് ചെല്ലാൻ പറ്റും. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അതാണ് വ്യത്യാസം. പ്രവർത്തന ശൈലി വ്യത്യാസമുണ്ട്. ഞാനൊരു എൻ്റെ പേഴ്സണലായിട്ട് എക്സ്പീരിയൻസിൽ പറഞ്ഞ 2001 തെരഞ്ഞെടുപ്പ്. ഞങ്ങളുടെ മണ്ഡലം വടക്കേക്കരയാണ്, ഇപ്പോഴാണ് ആലുവ, അന്ന് വടക്കേക്കരയാണ്. വടക്കേക്കരയിൽ CPM സ്ഥാനാർത്ഥി P. രാജീവ്, കോൺഗ്രസ് സ്ഥാനാർത്ഥി MA ചന്ദ്രശേഖർ. ശരിക്കും KP ധനപാലനെയാണ് സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചത്. AICC പ്രസിഡന്റ് ഒപ്പിട്ട സ്ഥാനാർത്ഥി പട്ടിക വെട്ടിത്തിരുത്തിയിട്ടാണ് കരുണാകരൻ ചന്ദ്രശേഖരനെ കൊണ്ടുവരുന്നത്. ചന്ദ്രശേഖരൻ ജയിക്കാനായിട്ട് യാതൊരു സാധ്യതയില്ല. ഒന്നാമത് ഒരു ഭയങ്കര മാർക്സിസ്റ്റ് കോട്ടയാണ് വടക്കേക്കര. രാജീവാണെങ്കിൽ എണ്ണം പറഞ്ഞ സ്ഥാനാർത്ഥിയാണ്.
VR കൃഷ്ണയ്യർ തൊട്ട് MK സാനു വരെ എല്ലാവരും രാജീവിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഈ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയം. പക്ഷേ ഈ ചന്ദ്രശേഖരന് വേണ്ടി യാതൊരു പ്രവർത്തനവും പ്രചരണവും ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെ അവിടെയൊക്കെ ഭിത്തിയിൽ കിടക്കുന്നത് KP ധനപാലിന് കൈപ്പത്തി അടയാളത്തിൽ ഓടിക്കുക എന്നുള്ള ആഹ്വാനങ്ങളാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ചന്ദ്രശേഖരൻ ജയിച്ചു. എല്ലാവരും ഞെട്ടിപ്പോയി. CPM-കാരടക്കം ചന്ദ്രശേഖരൻ പോലും ഞെട്ടിക്കാണും. എങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ 2 ഘടകങ്ങളായിരുന്നു. ഒന്ന് RSS-കാരുടെ വോട്ട് കരുണാകരൻ കാശ് കൊടുത്ത് പർച്ചേസ് ചെയ്തു. പുള്ളിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരുന്നു ചന്ദ്രശേഖരനെ ജയിപ്പിക്കാൻ. രണ്ടാമത്തത് മുസ്ലിം വോട്ട്. അന്ന് വടക്കേക്കര മണ്ഡലത്തിൽ മുസ്ലിം പ്രോമിനൻസ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും സാമാന്യമായിട്ടുള്ള 2 പഞ്ചായത്തുകളുള്ളൂ. പക്ഷേ ഈ 2 പഞ്ചായത്തിലും വോട്ടുകൾ കൃത്യമായിട്ട് ഒരു 60% അല്ലെങ്കിൽ കോൺഗ്രസ്സിന് കിട്ടുന്ന വോട്ടാണ്. അവിടെ ലീഗ് അങ്ങനെ കാര്യമായിട്ടില്ല. ഒരു 30% അല്ലെങ്കിൽ 35% സ്വാഭാവികമായിട്ടും LDF-ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. സാധാരണക്കാരായ വളരെ സാധുക്കളായ മുസ്ലിങ്ങളുടെ വോട്ട്. ആ വോട്ട് കോൺഗ്രസ്സിലേക്ക് പോയി. അതെങ്ങനെ പോയെന്ന് വെച്ചാൽ ഈ PDP-ക്കാർ വീടാന്തരം നടത്തിയ ഒരു പ്രചരണം എന്ന് വെച്ചാൽ അന്ന് അബ്ദുൽ നാസർ മദനി ജയിലിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ AK ആൻ്റണി മുഖ്യമന്ത്രിയാവും. ആൻ്റണി ജയലളിതയോട് പറഞ്ഞ് മദനിയെ മോചിപ്പിക്കും എന്നുള്ളത് നമുക്കറിയാം. ആൻ്റണി പറയുകയില്ല, പറഞ്ഞാൽ ജയലളിത മോചിപ്പിക്കുകയില്ല. പക്ഷേ സാധാരണക്കാരായ പാവപ്പെട്ട വടക്കേക്കര മണ്ഡലത്തിലെ മുസ്ലിങ്ങൾ അത് വിശ്വസിച്ചു. അവർ മദനിയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് വോട്ട് ചന്ദ്രശേഖരന് ചെയ്തു. ഇത് ഇങ്ങനെ സംഭവിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യും. നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തായിരിക്കില്ല ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുക. ഇനി തൊട്ടടുത്ത മണ്ഡലമാണ് പെരുമ്പാവൂർ. പെരുമ്പാവൂരിൽ PP തങ്കച്ചനെ തോൽപ്പിച്ചത് മദനിയാണ്. ആ പെരുമ്പാവൂർ ടൗണിലേക്ക് കയറുന്ന സ്ഥലത്ത് ടൗണിൻ്റെ ഒത്ത നടുക്ക് ഒരു നമ്മുടെ അബ്ദുൽ നാസർ മദനിയുടെ അതിഭയങ്കരമായ ഒരു ഹോർഡിങ്, വെറും ഇതല്ല കട്ടൗട്ടിൽ വലിയ ഹോർഡിങ്, മദനി കൈപിടിച്ച് ഗർജിച്ചുകൊണ്ട് നിൽക്കുന്ന പടമാണ്. അതിൻ്റെ അകത്ത് തങ്കച്ചൻ്റെ ഒരു ചെറിയ പടം വെച്ചിട്ട് PDP-യുടെ പിന്തുണയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി PP തങ്കച്ചന് വോട്ടിക്കുക. അത് കണ്ട ഒറ്റ ആളും തങ്കച്ചന് വോട്ടിയില്ല. കാരണം അബ്ദുൽ നാസർ മദനിയുടെ ഉത്തരവാദിത്തത്തിലുള്ള തങ്കച്ച മത്സരിക്കുന്നത്. അങ്ങനെ തങ്കച്ച തോറ്റു. എറണാകുളം ജില്ലയിലെ 13 സീറ്റിലും UDF ജയിച്ചപ്പോൾ അവിടെ 20 കൊല്ലം MLA ഇരുന്ന് തങ്കച്ചൻ മാത്രം തോറ്റു. തങ്കച്ചനെ തോൽപ്പിച്ചത് ഈ മദനിയുടെ പോസ്റ്ററാണ്. ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുക. ഒറ്റ പോസ്റ്റർ മതി ഒരാളെ തോൽപ്പിക്കാനായിട്ട്. പോസ്റ്ററിൽ വലിയ ഹോർഡിങ്. അത് കണ്ടവരാരും ഓടിയില്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ. വോട്ട് പിടിക്കാൻ ആരുടെ കാലും പിടിക്കാം എന്നുള്ളൊരവസ്ഥയിലേക്ക് കേരളത്തിലെ മുന്നണികൾ പോയി അധപ്പതിച്ചു പോയോ? അല്ല, അത് പണ്ടും അങ്ങനെ തന്നെയാണ്. അതിൽ പുതിയൊരു പ്രതിഭാസമൊന്നുമല്ല. ആരുടെ കാലം പിടിക്കും, യാതൊരു സംശയവും. വോട്ട് രാഷ്ട്രീയത്തിൽ അത് മാത്രമാണ്. രാഷ്ട്രീയത്തിൽ വോട്ട് മാത്രമാണ് പ്രധാനം. സ്ഥാനാർത്ഥികൾക്കെതിരെയും അവരുടെ കുടുംബാംഗങ്ങൾക്കെതിരെയും വളരെ മോശമായ സൈബർ ആക്രമണം, വ്യക്തിഹത്യ നടത്തുന്നു, വ്യക്തി അധിക്ഷേപങ്ങൾ നടത്തുന്നു. അതിനെയൊക്കെ ആ ഒരു പ്രവണത വളരെ കൂടി വരികയല്ലേ ഈ തവണ? അത് കൂടി വരികയാണ്. ജനാധിപത്യത്തിന് ഗുണകരമായ ഒരു കാര്യമായിട്ട് ഒരിക്കലും ഒരു കാരണവശാലും അല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ അങ്ങനെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് പിഷാരടി ജയിക്കോ? പറയാൻ പറ്റില്ല. അത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒന്നൊരു ത്രികോണ മത്സരത്തിൽ നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ത്രികോണ മത്സരത്തിൽ ആര് ജയിക്കുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈവൻ LDF സ്ഥാനാർത്ഥി പോലും ജയിക്കാം. അതെ, നല്ല സ്ഥാനാർത്ഥിയുടെ അല്ല, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചെറിയ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് കിട്ടിയാൽ ജയിക്കും. ഇപ്പോൾ 34% വോട്ട് കിട്ടിയാൽ ജയിക്കാം. ചില സാഹചര്യത്തിൽ 32% കിട്ടിയാലും ജയിക്കാം. വോട്ടിൻ്റെ ഷെയർ അനുസരിച്ച് ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ P. ബാലേന്ദ്രൻ ജയിക്കും എന്ന് ആരും വിചാരിച്ചിട്ടില്ല. ബാലേന്ദ്രൻ പോലും വിചാരിച്ചില്ല. കാരണം യഥാർത്ഥ യുദ്ധം പത്മജ വേണുഗോപാലും സുരേഷ് ഗോപിയും തമ്മിലായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ പല CPI-കാരനും വിളിച്ച് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞാൽ പത്മജ ജയിക്കാനുള്ള സാധ്യത സുരേഷ് ഗോപിയെക്കാളും. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ബാലേന്ദ്രനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ബാലേന്ദ്രൻ ജയിച്ചു. ഇത് തന്നെയാണ് വേറെ രീതിയിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. ഒരാൾക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു K. മുരളീധരനാണോ അതോ സുനിൽകുമാറാണോ സുരേഷ് ഗോപിയാണോ ജയിക്കാന്നുള്ളത്. മിക്കവരും പറഞ്ഞത് മിക്കവാറും മുരളീധരൻ ജയിക്കും. സുനിലിന് ഒരു ചെറിയ ചാൻസ് ഉണ്ട്. സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യത കുറവാണ്. അത് അല്ല ഞാൻ പറഞ്ഞത്. ആ രീതിയിലേക്ക് നെക്ക് ഫൈറ്റ് ആയിരുന്നു. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഈ ത്രികോണ മത്സരത്തിൻ്റെ ഒരു ആനുകൂല്യം അൺപ്രഡിക്റ്റബിളാണ്. അതാണ് ഏതാണ്ട് ഇപ്പോൾ പാലക്കാടുള്ളത്. പാലക്കാട് ഇപ്പൊ റസാഖിനെ സംബന്ധിച്ച് ജമാഅത്തിന്റെ വോട്ടുകൾ
കുറെയൊക്കെ പിടിക്കാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റും കൂടിയാണ്. ജമാഅത്ത് ഇപ്പൊ UDF വോട്ട് ചെയ്യുന്നു പറയുമ്പോൾ പോലും ജമാഅത്തിന് അങ്ങനെ വലിയ വോട്ടൊന്നും പാലക്കാട്ടത്തല്ല കേരളത്തിലൊരു സ്ഥലത്തുമില്ല. അവരും ഈ ചെയ്യുന്നത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു തരം പ്രചാരണ വേലയാണ്. അതിൽ കൂടി ഒരുപാട് ആളുകൾ സ്വാധീനിക്കാൻ പറ്റും, ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടി അലീജിയൻസ്. അതാണ് ശോഭാ സുരേന്ദ്രന്റെ പണം കൊടുത്ത് വോട്ട് പിടിക്കുന്നു എന്നുള്ള പുതിയ സംഭവം കൊടുത്ത് വോട്ട് പിടിക്കണം പുതുമയുള്ള കാര്യമൊന്നുമല്ല, എല്ലാവരും ചെയ്യുന്നതാണ്. പണമല്ല, അവസാന നിമിഷം അവസാന ലാപ്പിൽ വരുമ്പോൾ പണമല്ല. ശരിക്കും ആളുകൾ കൊടുക്കുന്നത് പണമല്ല, ചാരായമാണ്. ഈ മദ്യത്തിന്റെ വലിയൊരു മലമ്പുഴ അണക്കെട്ട് പൊട്ടും. ഇപ്പൊ പാലക്കാട്ടെ മലമ്പുഴ എന്ന് പറഞ്ഞത്, ഇവിടെയാണെങ്കിൽ ഇടുക്കി അണക്കെട്ട്. എന്നിട്ട് ഇതെങ്ങനെ അങ്ങോട്ട് ഒഴുകും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ സാധനത്തിന് വേറൊരു വലിയ സ്വാധീനമുണ്ട് വോട്ടർമാരുടെ മേൽ. അങ്ങനെയാണ് അത് ഏറ്റവും പ്രകടമായിട്ട് കണ്ടത് TN ജേക്കബ് മരിച്ച് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ്. ഇത്രയധികം മദ്യം ഒഴുകിയത് മൂവാറ്റുപുഴയാറിൻ്റെ ഒരു കൈവഴിയായിട്ട് ബ്രാൻഡി റമ്മൊക്കെ ഒഴുകി എന്നുള്ളതാണ് പിറവത്ത്. നമ്മുടെ K ബാബുവിനായിരുന്നു അതിൻ്റെ ചുമതല. അന്ന് അദ്ദേഹം എക്സൈസ് മന്ത്രി കൂടിയായിരുന്നു. അതിപ്പോ ഈ ഒരു അവസാന ലാപ്പിൽ കൊണ്ടുവന്ന് വെച്ചാൽ തിരിഞ്ഞു കൂത്താനൊരു സാധ്യതയും കൂടെ കാണുന്നു. ഇല്ല, ഈ ഘട്ടത്തിലൊന്നും ആളുകൾ വോട്ട് മാറ്റൂല. ഈ അവസാന ഘട്ടത്തിൽ നടന്ന് എന്ത് ഗിമ്മിക്കും ഏൽക്കില്ല. കാരണം അതിനൊക്കെ ആളുകൾ വേറൊരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ടാവും, വേറെ മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മാത്യു ടി തോമസിനെതിരായിട്ട് വന്ന കുഴൽനാടൻ്റെ ബോംബുണ്ടല്ലോ, അത് കുഴൽ ബോംബ്, അതിപ്പം പൊട്ടിച്ചിട്ട് കാര്യമില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് പൊട്ടിക്കണമായിരുന്നു. അല്ലെങ്കിൽ അസംബ്ലിയിലോ മറ്റോ കൊണ്ടുവന്ന് പൊട്ടിച്ചത് പുള്ളിയുടെ ഇമേജ് പ്രതിച്ഛായ ടാർണിഷ് ചെയ്യാൻ പറ്റും. ഇപ്പം അത് പറ്റില്ല. ഈ സ്റ്റേജിലൊക്കെ എന്ത് പറഞ്ഞാലും അതൊന്നും ആളുകൾ ഗൗനിക്കില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളുടെ പേര് വരുമ്പോൾ തന്നെ അവരുടെ മനസ്സിലൊരു തീരുമാനമുണ്ടാവും. അത് മാറ്റാൻ സാധ്യതയില്ല. അവസാന നിമിഷത്തിൽ വോട്ട് മാറ്റുന്ന ആളുകൾ കുറവാണ്. അല്ലെങ്കിൽ പിന്നെ ഭയങ്കരമായ ഒരു വലിയ സംഭവം, രാഷ്ട്രീയ സുനാമി എന്ന് പറയുന്നത്. ഇപ്പോൾ രാജീവ് ഗാന്ധി ബോംബ് പൊട്ടി മരിച്ച പോലെ ഉള്ളൊരു വലിയ സംഭവം, ചെറിയ കാര്യമല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, എന്നാലേ ആളുകൾ അവസാന സമയത്ത് വോട്ട് മാറ്റും. അല്ലാതെ വോട്ടുകൾ മനസ്സ് മാറാനുള്ള സാധ്യതയും കാണില്ല. ശോഭാ സുരേന്ദ്രന് എത്രത്തോളം ചാൻസ് ഉണ്ട് പാലക്കാട്? ശോഭാ സുരേന്ദ്രന് മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ ചാൻസ് കൂടുതലുണ്ട്. എന്ന് വെച്ചാൽ ത്രികോണ മത്സരത്തിൻ്റെ ഒരു ആനുകൂല്യമുണ്ട്. പിന്നെ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും തനി രാഷ്ട്രീയത്തിൽ നിന്ന് വന്നവരല്ല, പൊളിറ്റിക്കലായിട്ടുള്ള ഫൈറ്റല്ല. ഒരാൾ സിനിമയുടെ പശ്ചാത്തലം, മറ്റൊരാൾ ബിസിനസ്സിൻ്റെ സമുദായത്തിൻ്റെ ലേബലിൽ നിന്ന്. ഈ മൂന്ന് സ്ഥാനാർത്ഥികളുടെ ഇടയ്ക്ക് ശോഭ ഒരു വലിയ ഫൈറ്ററാണുള്ളൂ. എവിടെ മത്സരിക്കാൻ പോയാലും ഇടിച്ചു കയറുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഒരു പക്ഷേ ഇത്തവണ ജയിക്കാനുള്ള സാധ്യത പോലും ഉണ്ട്. നമുക്ക് ഉറപ്പിച്ചു. റസാഖും രാഷ്ട്രീയം പറഞ്ഞു തന്നെ പ്രചരണത്തിലുള്ളത്. നമ്മൾ ബിസിനസ്സുകാരനാണെന്ന് പറയുമ്പോൾ പോലും പക്ക രാഷ്ട്രീയം പിഷാരടി രാഷ്ട്രീയമാണ് പറയണത്. ഞാൻ പറഞ്ഞത് പക്ഷെ അവര് ആ മേഖലയിൽ നിന്നല്ല വരുന്നത്, രാഷ്ട്രീയരംഗത്ത് നിന്ന് വരുന്നവരല്ലല്ലോ. ഈ നമ്മളിപ്പോൾ മുസ്ലിം കൺസോൾട്ടേഷൻ പറയുമ്പോൾ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കപ്പെടുകയാണെങ്കിൽ അത് സാധാരണഗതിയിൽ അത് CPM-നായിരിക്കുമല്ലോ കൂടുതൽ ഗുണം ചെയ്യുക. അപ്പൊ ഇത്തവണ അത് എങ്ങനെയായിരിക്കും ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാകുമോ അതോ ഡിവൈഡ്? ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം ഒരേ സമയത്ത് രണ്ട് രീതിയിലാണ് നടക്കുക. ഒന്ന്, കുറെ ഹിന്ദുക്കൾ ഇത്തവണ ഏകീകരണം ഇല്ല. ഒന്നാമത് ഏകീകരണം ഇല്ല, ഉണ്ടാകുകയില്ല. ഒന്ന്, ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം എപ്പോഴും ഉണ്ടാവും വെച്ചാൽ UDF-ന്റെ 5 കൊല്ലത്തെ ഭരണം കഴിയുമ്പോഴേ അപ്പോൾ ഈ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും കൈവശം വെക്കും. അവർ ഭരിക്കുന്ന വകുപ്പിൻ്റെ ആനുകൂല്യം മുഴുവനും അതാത് സമുദായങ്ങൾക്ക് മാത്രം കിട്ടുന്നു എന്നൊരു തോന്നൽ ഹിന്ദുക്കളുടെ ഇടയിൽ വ്യാപകമായിട്ടും ഉണ്ടാകും. അപ്പോൾ 2016 2006 ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഗുണം അതിനേക്കാളും വലിയ ഉദാഹരണം 1987 ഉണ്ടാകും. അന്ന് BJP ശക്തമായിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? രണ്ട് രീതിയിൽ സംഭവിക്കും. ഒന്ന്, കുറച്ച് ആളുകൾ ഈ രണ്ട് മുന്നണികളുള്ള വിദ്വേഷ നിമിത്തം BJP കൂട്ടി BJP-യുടെ വോട്ട് ശതമാനം കുറച്ച് വർദ്ധിക്കും. പക്ഷെ അതുകൊണ്ട് BJP ജയിക്കില്ല. അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ജയിക്കില്ല. ഇപ്പോൾ വേണമെങ്കിൽ ജയിക്കാം ചില സീറ്റിൽ. അതുകൊണ്ട് അത് സാധിക്കില്ല. പക്ഷേ കുറച്ച് വോട്ട് കിട്ടും. പക്ഷേ ഈ BJP-യിലേക്ക് പോകുന്ന വോട്ടുകൾ പണ്ട് കോൺഗ്രസിൽ നിന്നായിരിക്കും. അപ്പോൾ അതനുസരിച്ച് കോൺഗ്രസിന് ഒരു ഇടിവ് സംഭവിക്കും. പിന്നെ കുറച്ച് ഹിന്ദുക്കൾ ഈ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് UDF-നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് LDF-ന് വോട്ട് ചെയ്യും. അങ്ങനെ രണ്ട് വിധത്തിൽ സംഭവിക്കും. ഇപ്പോൾ ഇത്തവണ ഇത് രണ്ടും സംഭവിക്കില്ല. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് LDF-ന്റെ ഭരണമാണ്. അപ്പോൾ അതുകൊണ്ട് ഹിന്ദു വോട്ട് ഏകീകരിക്കേണ്ട ആവശ്യമില്ല. അതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ഡിവിഷൻ എന്തായാലും ഉണ്ടാവുന്നുണ്ടല്ലോ. ആ ഡിവിഷൻ ആർക്കൊക്കെ? ഡിവിഷൻ പണ്ടത്തെ കാലത്താണെങ്കിൽ അത് പൂർണ്ണമായിട്ടും കോൺഗ്രസിനുള്ള ദോഷം ചെയ്യുക. ഇപ്പോൾ അത് ആ സ്റ്റേജ് കഴിഞ്ഞു. പ്രത്യേകിച്ച് UDF-നൊപ്പം ഹിന്ദു സംഘടനകളൊന്നും വലിയ തോതിൽ ഇല്ല. അപ്പൊ അത് എങ്ങനെയായിരിക്കും അത് റിഫ്ലക്ഷൻ വരുന്നത്? എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വോട്ടുകൾ LDF-ൽ നിന്നാണ് കുറയുക.
ഹിന്ദു ഏരിയ ഉണ്ടാവുകയാണെങ്കിൽ അത് LDF ദോഷം ചെയ്യും. കാരണം UDF ഹിന്ദുക്കളൊക്കെ പണ്ടേ പോയിന്ന്. UDF വോട്ട് ചെയ്യുന്ന ഈഴവർ എത്ര പേരുണ്ട്, നായന്മാർ എത്ര പേരുണ്ട്? വളരെ കുറവാണ്. ഈ പുറമേക്ക് കാണുന്ന VD സതീശൻ, രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലൊക്കെ തന്നെ ഉള്ളൂ. അവരൊക്കെ തന്നെ കഴിഞ്ഞതിന് മുമ്പത്തെ ജനറേഷനിൽ കോൺഗ്രസിൽ ചേർന്നവരാണ്. BJPയുടെ ഒരു സാധ്യത അവർ പറയുന്നത് 20 സീറ്റ് കിട്ടും എന്നാണ്. പക്ഷെ നമ്മളിപ്പോൾ പറയുമ്പോൾ തൃശ്ശൂർ, മഞ്ചേശ്വരം, വട്ടിയൂർക്കാവ്, പിന്നെ കഴക്കൂട്ടം, ഈ മണ്ഡലങ്ങൾക്ക് അപ്പുറത്തേക്ക് ഏതാണ് BJP സാധ്യത? അല്ല, BJPയെ സംബന്ധിച്ചുള്ള അവർ ഏതാണ്ട് 30 മണ്ഡലങ്ങളിലെ ശരിക്കും മത്സരിക്കുന്നു, പല ജില്ലകളിലായിട്ട്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഏതാനും മണ്ഡലങ്ങളുണ്ട്. തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, അങ്ങനെ ചില മണ്ഡലം. കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ, പത്തനംതിട്ട ജില്ലയിൽ ആറന്മുള, തിരുവല്ല. കോന്നിയൊക്കെ അവരുടെ കേന്ദ്രങ്ങളാണ്. ഇപ്പോൾ അതൊക്കെ അവർ വിട്ടു. കോന്നിയിൽ ഒരു ക്രിസ്ത്യക്കാരുടെ തന്നെയാണ്. പിന്നെ കോട്ടയം ജില്ലയിൽ പൂഞ്ഞാർ, പാല. പാല അല്ല, ഞാൻ പറഞ്ഞ അവർ മത്സരിക്കുന്ന പ്രധാനം. എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയായിരുന്നു. ഇത്തവണ അതും 20-20 കൊടുത്തിരിക്കണം. എറണാകുളം ജില്ലയിൽ ഒന്നുമില്ലെന്ന് തന്നെ പറയാം. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി, മുട്ടലാങ്കടയ്ക്കുള്ള സീറ്റ്, കൊടുങ്ങല്ലൂർ, കൈപ്പമംഗലം, ഗുരുവായൂർ, നാട്ടിക, തൃശ്ശൂർ, മണലൂർ, ഈ സീറ്റുകൾ. പാലക്കാട് ജില്ലയിൽ പാലക്കാടും മലമ്പുഴയും. കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് നോർത്തും ബേപ്പൂരും. കണ്ണൂർ ജില്ലയിൽ പ്രധാനപ്പെട്ട ഒന്നുമില്ല. കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡും മഞ്ചേശ്വരം. ഇതിൽ ജയിക്കാവുന്ന സീറ്റുകൾ, ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്താൽ ജയിക്കാവുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് നേമം, കഴക്കൂട്ടം, ഒരുപക്ഷെ ചാത്തന്നൂർ, ത്രികോണ മത്സരത്തിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ വളരെ ബുദ്ധിമുട്ടാണ് മഞ്ചേശ്വരം. അതെ, അത് പിന്നെ പാലക്കാട്, മഞ്ചേശ്വരം 5 സീറ്റാണ്. മഞ്ചേശ്വരം കഴിഞ്ഞ തവണ ജയശങ്കർ സാർ തന്നെ പറഞ്ഞത് സുരേന്ദ്രൻ തോക്കുന്നാണല്ലോ. വളരെ ഇതിലാണ് അദ്ദേഹം തോക്കുകയും ചെയ്തത്. ഇപ്രാവശ്യം ജയിക്കുമെന്ന് തന്നെയാണ്. അത് ഇത്തവണ ഒരുപക്ഷെ ജയിച്ചേക്കാം. അവിടുത്തെ വേറെ പല സാഹചര്യങ്ങളും ഉണ്ട്. ലീഗിന്റെ സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥിയാണ്, വളരെ പോപ്പുലറാണ്. സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ടുണ്ട്, അത് അയാൾ കിട്ടും. പക്ഷെ അതിലുപരിയായിട്ട് മറ്റ് ഘടകങ്ങൾ, ഇപ്പോൾ SDPI അടക്കമുള്ള കാര്യങ്ങൾ, പുള്ളിക്ക് SDPIക്ക് അവിടെ അത്ര വോട്ടുണ്ടായിട്ടില്ല. പക്ഷേ ലീഗും SDPI തമ്മിൽ ബന്ധം വളരെ മോശമാണ്. പിന്നെ CPM സ്ഥാനാർത്ഥി ഒട്ടും ഇമ്പ്രസീവ് അല്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് അവസാനം പറയാൻ പറ്റും. ശോഭാ സുരേന്ദ്രനും K സുരേന്ദ്രനും ഇടിച്ചു ചേർന്ന സ്ഥാനാർത്ഥിയോ. അപ്പം അങ്ങനെ പല ഘടകങ്ങളും അതിൻ്റെ അകത്തുണ്ട്. ഈ ഗുരുവായൂരേക്ക് വന്നു കഴിഞ്ഞാൽ ഗുരുവായൂർ ഒരു ഹിന്ദു MLA ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അതിനൊരു മാറ്റം വരുത്തണം എന്നുള്ള രീതിയിലാണല്ലോ കുറെ പ്രചരണവും ചർച്ചകളും ഒക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമോ? അങ്ങനെ ഒന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. അവിടെ LDF സ്ഥാനാർത്ഥി വളരെ പോപ്പുലർ ആയിട്ടുള്ളത് NK അക്ബർ തന്നെ ജയിക്കും. ഇവൻ ലീഗുകാരൻ പോലും ജയിക്കില്ല. പിന്നെയാണ് അല്ല, LDF വളരെ ശക്തമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണല്ലോ. LDF അല്ല, അത് വലിയ UDF മണ്ഡലമായിരുന്നു. KV അബ്ദുൽ ഖാദറായിട്ടാണ് അതിനൊരു വലിയ LDF മണ്ഡലമാക്കി മാറ്റിയത്. മുമ്പ് സ്ഥിരമായിട്ട് ലീഗ് ജയിച്ചിരുന്ന സീറ്റാണ്. പിന്നെ PT കുഞ്ഞുമുഹമ്മദ് മുസ്ലിം വോട്ടർമാരാണ് കൂടുതൽ. മുസ്ലിം ഏരിയയാണ്, പഞ്ചായത്തുകൾ ഒക്കെ കൂടുതൽ. അപ്പൊ അങ്ങനെ വരികയാണ് ഇത്തവണ UDF-ലേക്ക് തന്നെ. UDF-ലേക്ക് വരില്ല. അവിടെ അക്ബർ അത്രയും പോപ്പുലറാണ്, അതുകൊണ്ടാണ്. അതുപോലെ കുന്നംകുളത്ത് മൊയ്തീൻ തന്നെ ജയിക്കും. ആ ഭാഗത്തൊക്കെ LDF ആണ് കൂടുതൽ ജയിക്കുക. അവിടെയൊക്കെ അതിന് മാത്രം ശക്തരായ സ്ഥാനാർത്ഥികളെ ഇവർക്ക് അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അതൊരു കുഴപ്പം. ഗുരുവായൂർ പക്ഷേ BJP കുറച്ച് സാധ്യത, BJPക്ക് വോട്ട് വർദ്ധിക്കും. BJP ഉണ്ട്, BJPക്ക് വോട്ട് വർദ്ധിക്കും, അതിലൊന്നും സംശയമില്ല. പക്ഷെ അതുകൊണ്ടൊന്നും ജയിക്കാൻ പറ്റില്ല. BJPക്ക് കുന്നംകുളത്തും എല്ലായിടത്തും വോട്ട് കൂടും. ഈ ചേലക്കരയിലും ഓരോ വോട്ട് കൂടും. അത് വേറെ കാര്യം. വോട്ട് കൂടുതൽ ജയിക്കലുണ്ടാവുള്ളൂ. പത്തനാപുരത്തേക്ക് വന്നു കഴിയുമ്പോൾ ഗണേഷ് കുമാറിന്റെ ഒരു അവസ്ഥ പറഞ്ഞാല് NSS-ഉമായിട്ട് പ്രാദേശികമായി നോക്കുമ്പോൾ ഇത്തവണ NSS-ഉമായിട്ട് ഇടഞ്ഞു നിൽക്കുന്നു. ഇപ്പുറത്താണെങ്കിൽ അദ്ദേഹത്തിന് NSS ആയതുകൊണ്ട് തന്നെ, നായരായതുകൊണ്ട് തന്നെ വോട്ട് ഒരുപക്ഷെ അല്ല. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ എല്ലാ ഘടകങ്ങളും ഒറ്റ നോട്ടത്തിൽ പുള്ളിക്കെതിരാണ്. അതിൽ ഒന്നാമത് ചാമക്കാല കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ആ മണ്ഡലത്തിൽ നങ്കൂരോട്ട് കിടന്ന് പ്രവർത്തിക്കുകയാണ്. മാത്രമല്ല പുള്ളി വളരെ ബുദ്ധിപരമായിട്ട് എല്ലാ കാര്യങ്ങളും നീക്കി. പ്രചാരണ രംഗത്ത് മാത്രമല്ല, പുള്ളി ചാണ്ടി ഉമ്മനെ കൊണ്ടുവന്നു, മറിയ ഉമ്മനെ കൊണ്ടുവന്നു. ഉമ്മൻചാണ്ടി വികാരം ആളിക്കത്തിച്ചു. പുള്ളിയുടെ ഏതൊരു സിൽബന്തിയെ കൊണ്ട് അവിടെ കോടതിയിൽ കേസ് കൊടുപ്പിച്ചു. ആ കേസ് പെൻഡിങ് വെക്കുന്നു. അപ്പോൾ ഇതൊക്കെ ദിവസവും പത്രത്തിൽ വരുന്നു. മനോരമ പുള്ളിക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് രംഗത്തുണ്ട്. പിന്നെ സുകുമാരൻ നായർ പുള്ളിക്കെതിരാണ്. KN ബാലഗോപാലിൻ്റെ ജ്യേഷ്ഠൻ
കലഞ്ഞൂർ മധു വാളെടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഗണേഷ് കുമാറിൻ്റെ സഹോദരി ഉഷ രംഗത്തുണ്ട്. എല്ലാ ഘടകങ്ങളും എതിരാണ്. പിന്നെ പഴയ ഭാര്യ ഇപ്പോഴത്തെ ഭാര്യ എന്ന് വേണ്ട, എല്ലാ സംഗതികളും എതിരാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത്തവണ ഗണേഷ് കുമാർ തോറ്റില്ലെങ്കിൽ ഇനി ഒരിക്കലും തോന്നില്ല. പക്ഷേ ഇത്തവണയും പുള്ളി തോൽക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അതാണ് ഗണേഷ് കുമാർ, അതാണ് പത്തനാപുരം. രണ്ടും പറയണം. എന്റെ ബലമായ വിശ്വാസം നമ്മുടെ സുഹൃത്ത് ചാമക്കാല ഈ പണിയെടുത്ത് വെള്ളം കുടിച്ചൊക്കെ വെറുതെ ആവും എന്നാണ്. അല്ല, ആ ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഗണേഷ് കുമാർ പറയുന്നുണ്ടായിരുന്നല്ലോ, നിങ്ങൾ എന്ത് വേണേലും കാണിച്ചോളൂ, ഞാൻ തന്നെ ഇത്തവണ ഈ തൃത്താലയിൽ എന്താ അവസ്ഥ? തൃത്താലയിൽ എം പി രാജേഷ്, തൃത്താലയിൽ വലിയ മത്സരം തന്നെയാണ്. എം പി രാജേഷിനേക്കാളും ഇത്തവണ സാധ്യത ബലറാമനാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു അഭിമാന പോരാട്ടമാണല്ലോ രണ്ടു കൂട്ടരും. അതെ, ബി ജെ പിയുടെ ഈ ക്രിസ്ത്യൻ വോട്ട് ഇത്തവണ എത്രത്തോളം ഫലം കാണും? പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ട് ഇത്തവണ ഫലവത്താവില്ല. ഈ തെരഞ്ഞെടുപ്പിലേക്ക് വലിയ കാര്യമായിട്ട് ഉണ്ടാകില്ല. അനൂപ് ആന്റണിയും ഷോൺ ജോർജും വ്യക്തിപരമായിട്ട് അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരുപാട് കാലമുണ്ട്, ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് അവര് ഇനി വരും തെരഞ്ഞെടുപ്പുകൾ കൂടി ലാക്കാക്കിയിട്ടാണ്. അനൂപ് ആന്റണി പ്രത്യേകിച്ചും ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തത് തിരുവല്ലയില്. ഏത് നിലയിലേക്ക് എത്തുമെന്ന് പറയാൻ പറ്റില്ല. മറ്റു രണ്ട് സ്ഥാനാർത്ഥികളും അവരുടെ ഒരു അത്ര ഇമ്പ്രസീവ് അല്ലേ. അയാൾ വളരെ ചെറുപ്പക്കാരൻ, കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ശക്തമായിട്ട് അവിടെ ഉണ്ട്. എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു സംഗതി ഉണ്ടായി വരുന്നു. ബി ജെ പിയുടെ ഒരു വിലയിരുത്തൽ നോക്കുവാണെങ്കിൽ പൂഞ്ഞാറും പാലയും അവരെ സംബന്ധിച്ച് അവർ ഭയങ്കര പ്രതീക്ഷയോടെ കാണുന്ന രണ്ട് സ്ഥലങ്ങളാണ്. അവര് രണ്ടുപേരെ ഈ ക്രിസ്ത്യൻ വോട്ടുകൾ തന്നെ കേന്ദ്രീകരിക്കാൻ പറ്റും. ഇപ്പൊ ബി ജെ പി നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഷോൺ ജോർജിന്റെ ഒരു ഇൻഫ്ലുവൻസ് കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി എന്നാണ് ഈ അടുത്ത ദിവസം. ഷോൺ ജോർജ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ വലിയൊരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ രണ്ട് മല്ലന്മാരാണ് അപ്പുറം ഇപ്പുറം നിൽക്കുന്നത്. ഒന്ന് ജോസ് കെ മാണി, മറ്റത് മാണി സി കാപ്പൻ. അപ്പോൾ അതിനിടയിലാണ് ഷോൺ നിൽക്കുന്നത്. ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ പത്മജ വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പോലെ വലിയൊരു ട്രയാങ്കുലർ ഫൈറ്റിൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത റിസൾട്ടും ഉണ്ടാകാം. ചിലപ്പോൾ കഷ്ടകാലത്തിന് ഇവർ തമ്മിലുള്ള ഫൈറ്റിനിടയ്ക്ക് ജോസ് കെ മാണി ജയിക്കാൻ പോലും സാധ്യതയില്ല. ക്രിസ്ത്യൻ സഭകൾ മുൻകാലങ്ങളിൽ ഇപ്പം നമ്മൾ നേരത്തെ ജയശങ്കർ സാർ പറഞ്ഞ പോലെ ഈ പതിവ് രീതിയിൽ നിന്ന് മാറിയ ഇത്തവണ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അവരെ ഒരു നിലപാട് പ്രഖ്യാപിക്കലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത്തവണ മുനമ്പുണ്ട്, ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടുണ്ട്, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് അതിനെ വിസിബിൾ ആയിട്ട് കാണുന്നില്ല. അല്ല, അവർക്ക് എന്തോ ഒരു ആശയക്കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ആർക്കൊപ്പമായിരിക്കും ഒരു സഭ പറഞ്ഞില്ല. എന്നാലും പൊതുവെ ഒരു UDF അനുകൂല നിലപാടാണ് വിവിധ മെത്രാന്മാർ പല സമയത്തായിട്ട് പറഞ്ഞതിൽ നമ്മൾ ഊഹിച്ചെടുക്കുന്നത്. പരസ്യമായ നിലപാട് എടുത്തിട്ടില്ല. അതിൽ തന്നെ യാക്കോബായും ഓർത്തഡോക്സും അവരെങ്ങനെയായിരിക്കും? അവര് ഈ പറഞ്ഞ പോലെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാലും ഒരു നിലപാട് ആണോ? ഷാഫി പറമ്പിലിനെ എടുക്കുകയാണെങ്കിൽ സമീപകാലത്തെ വിവാദങ്ങളിൽ നിന്നെല്ലാം മാറി പൂർണ്ണമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് രീതികളിലേക്ക് അല്ലെങ്കിൽ പ്രചരണ രംഗത്ത് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഷാഫിയാണ് നമ്മൾ കാണുന്നത്. പുറമേയൊക്കെ ഒന്നും വരുന്നില്ലെങ്കിൽ കൂടിയും ഷാഫി നല്ല രീതിയിൽ ആളുകളെ ക്രോഡീകരിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇപ്പുറത്ത് നോക്കുമ്പോൾ സ്വരാജ് ആ തരത്തിൽ LDFനെയും നയിക്കുന്നുണ്ട്. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു ഫൈറ്റായി മാറുമോ ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞുകൂടാ. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചാലക ശക്തികൾ ഒരാൾ പിണറായി വിജയനാണ്, LDF. മറുഭാഗത്ത് VD സതീശൻ ശക്തമായിട്ട് നിൽക്കും. രമേശ് ചെന്നിത്തല ഉണ്ടെങ്കിലും പുള്ളി അത്രയും പ്രകടമായിട്ട് കാണുന്നില്ല. പ്രകടമായിട്ട് സതീശനാണ്. പിന്നെ ഷാഫിയുണ്ട്, ചാണ്ടി ഉമ്മൻ. ചാണ്ടി പുതുപ്പള്ളിയിൽ പോകാതെ, പതിലെഴുതാതെ, പോസ്റ്റർ പൊട്ടിക്കാതെ അദ്ദേഹം മറ്റു മണ്ഡലങ്ങളിലെ പ്രചരണത്തിന് പോയി. ഇപ്പോൾ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ല. അദ്ദേഹത്തിന് പാർലമെൻറ്റ് മെമ്പറായതുകൊണ്ട് പുള്ളിക്ക് സ്വന്തമായിട്ടൊരു സ്ഥലത്ത് പോയി പ്രവർത്തിക്കുന്നുണ്ട്. ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിലെ പ്രവർത്തനം പോലും വേണ്ടെന്ന് വെച്ച്, അല്ലെങ്കിൽ പുതുപ്പള്ളിയിലെ വോട്ട് നാട്ടുകാരെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം മറ്റ് പല മണ്ഡലങ്ങളിലും സൈക്കിൾ പ്രചരണമൊക്കെ നടത്തുക. അങ്ങനെയൊക്കെ നല്ല ഒരു ഇത് ഉണ്ടായി വരുന്നുണ്ട്. അത് എന്തുമാത്രം ഇനി ഭാവിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് വേറെ കാര്യം. രാഷ്ട്രീയ തന്ത്രം ഇവര് മെനയുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. ആണെങ്കിലും സ്വരാജ് ആണെങ്കിലും രണ്ട് പാർട്ടിയിലും ആ രീതിയിൽ രാഷ്ട്രീയ തന്ത്രം മെനയുന്നുണ്ടെന്നാണ്. അല്ല, സ്വരാജ് പ്രധാനമായിട്ടും പത്രസമ്മേളനങ്ങളിലാണ്. പുള്ളിക്ക് ഒരു ചതുരപടിയിൽ സംസാരിക്കാൻ അറിയാവുന്നതുകൊണ്ടും ഈ ചോദ്യം ചോദിക്കുന്നവരെ അടിച്ചിരുത്താൻ കഴിവുണ്ടെന്നുള്ളതുകൊണ്ടും ഗോവിന്ദൻ മാഷ് ചെയ്തിരുന്ന ജോലി പുള്ളികളെ നന്നായിട്ട് സ്വരാജിന് ചെയ്യാൻ പറ്റും. പക്ഷേ ഷാഫിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അതിൽ നെഗറ്റീവായിട്ട് ചില ആസ്പെക്ട്സ് ഉണ്ട്, അത് പുറത്തു വന്നിട്ടില്ലാത്തതുകൊണ്ട്. ഉദാഹരണത്തിന് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ തോൽക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയെന്ന് പറഞ്ഞില്ല. അതിനൊക്കെ ഷാഫി വലിയ പങ്കുവച്ചിട്ടുണ്ടെന്നാണ് പുള്ളിയുടെ ശത്രുക്കൾ പറഞ്ഞത്. അപ്പോൾ പട്ടാമ്പിയിൽ റിയാസ് ബുക്കോളി എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ
കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റുപോയതാണ്. ഇത്തവണ അതിനുശേഷം പുള്ളി ഏതാണ്ട് നമ്മുടെ ചാവക്കാല പത്തനാപുരത്ത് എന്ന പോലെ അവിടെ നിന്ന് പ്രവർത്തിക്കുന്നു. വോട്ട് സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ അദ്ദേഹത്തിന് സീറ്റില്ല. അപ്പോൾ അയാളുടെ എടുത്ത പണി മുഴുവനും വെറുതെ. അവിടെ തീരെ ജയസാധ്യതയിൽ അതൊരാൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നപ്പോൾ അയാളുടെ കാര്യവും തീരുമാനം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ദ്രോഹങ്ങളും ഇതിനകത്ത് നടക്കുന്നുണ്ട്. അത് ആ രീതിയിൽ പുറത്തു വരുന്നില്ലാന്നുള്ളൂ. അതുപോലെ BRM ഷഫീർ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ തിരുവനന്തപുരത്ത്. അയാൾ ഇതുപോലെ തന്നെ വർക്കലയിൽ വളരെ കാര്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പട്ടിക വന്നപ്പോൾ പുള്ളിക്ക് സീറ്റില്ല. പുള്ളിയേക്കാളും ജയസാധ്യത കുറഞ്ഞ വേറെ ആളുകൾ. ഒന്നാമത് വർക്കല കഹാർ തിരിച്ചു വന്നു, ഒരു വലിയ നേട്ടമാണ്. മറ്റേത് വേറൊരു ചെറുപ്പക്കാരൻ കൊടുത്തിട്ട് അയാൾ ഈ പറഞ്ഞ പോലെ ജയസാധ്യത ഇല്ലാത്ത ആളാണ്. ഈ പേരാവൂര് എന്തായിരിക്കും ശൈലജ ടീച്ചർ? പേരാവൂർ ദുരന്തമായിരിക്കും. ശൈലജ ടീച്ചർ കടന്നു കയറൂല, തോറ്റുപോകാനുള്ള സാധ്യത. ഒന്നാമത് ആ മണ്ഡലത്തിന്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. പിന്നെ സണ്ണി ജോസഫ് ഇത്തവണ ജയിച്ചാൽ മന്ത്രിയാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതുകൊണ്ട് വോട്ടർമാരെ അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള സാധ്യത. ശൈലജ ടീച്ചർ നേരത്തെ അവിടെ ഒരു ചെറിയ രീതിയിൽ വിജയം കഴിഞ്ഞ പുനർവിഭജനത്തിന് മുമ്പാണ്. പിന്നെ വോട്ടിന്റെ ശേഷം അതിന്റെ UDF സ്വഭാവം പറഞ്ഞു. അതെ, വോട്ടിന്റെ ആണെങ്കിലും 3000 വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ തോറ്റെന്ന് തോന്നുന്നു അല്ലേ? കഴിഞ്ഞ തവണ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ തവണ CPM സ്ഥാനാർത്ഥി ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയായിരുന്നു. മാത്രമല്ല അയാൾക്ക് പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള എല്ലാവരുടെയും പിന്തുണയുണ്ട്. അങ്ങനെ ഒരു ക്രിസ്ത്യൻ മുസ്ലിം ഡിവൈഡ് ഉണ്ടായ മണ്ഡലമാണ് പേരാവൂർ. അതുകൊണ്ടാണ് ഈ ഭൂരിപക്ഷം 3000-ലേക്ക് കുറഞ്ഞു പോയത്. ഇത്തവണ ശൈലജ ടീച്ചർ വന്നുകൊണ്ട് അതിൽ ഗുണം വരാൻ സാധ്യത കുറവാണ്. ഭൂരിപക്ഷം വർദ്ധിക്കാനാണ് സാധ്യത. അങ്ങനെയാണ് സാധ്യത. ഐഷ പോറ്റിയുടെ ഒരു കാര്യത്തിൽ എങ്ങനെയായിരിക്കും മണ്ഡലത്തിൽ റിഫ്ലക്ട് ചെയ്യുക? ബാലഗോപാലിനെ പരിങ്ങലാവോ? ഐഷ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് ഒരു എതിരഭിപ്രായം ഇല്ലാത്ത ഒരാളാണ്. അവരായിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവരോട് ആളുകൾക്ക് ഒരു സ്നേഹമുണ്ട്. പക്ഷെ കൊട്ടാരക്കര വലിയ മാർക്സിസ്റ്റ് സ്വഭാവമുള്ള മണ്ഡലമാണ്. ബാലഗോപാലൻ മത്സരിച്ചുകൊണ്ടാണ് ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞു പോയത്. പഴയ നെടുമത്തൂർ മണ്ഡലമുണ്ട്. നെടുമത്തൂർ പുനർവിഭജനത്തിന് ശേഷം കൊട്ടാരക്കരയുടെ ഭാഗമായിട്ട് മാറി. നെടുമത്തൂർ എന്നും മാർക്സിസ്റ്റ് പാർട്ടി ജയിച്ചിരുന്ന സീറ്റാണ്. പുനർവിഭജനത്തിന് ശേഷം നെടുമത്തൂർ ഇല്ലാണ്ടാവുകയും ഇപ്പോൾ കൊട്ടാരക്കര എന്ന പേര് അറിയപ്പെടുന്നത് പഴയ നെടുമത്തൂർ മണ്ഡലമാണ്. അതുകൊണ്ടാണ് അത് വലിയ മാർക്സിസ്റ്റ് കോട്ടയായിട്ടും മാറിയത്. അവിടെ ബാലഗോപാൽ വീണ്ടും മത്സരിക്കുന്നു. ബാലഗോപാലിന് അങ്ങനെ ആളുകളെ കെട്ടിപ്പിടിക്കാനും മുമ്പ് വയ്ക്കാനൊന്നും പറ്റാത്തതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് പുള്ളിക്കുണ്ട്. ഒരു ക്ലോസ് ഫൈറ്റിൽ എനിക്ക് തോന്നുന്നു ബാലഗോപാൽ തന്നെ ജയിച്ചു പറയാനാണ് സാധ്യത. പുള്ളിക്ക് ശത്രുക്കളൊന്നുമില്ല. CPM വോട്ടുകൾ മാറ്റി കുത്താൻ ആളുകളുടെ മനസ്സനുവദിക്കാത്തൊരു മനസ്സനുവദിക്കാത്ത മണ്ഡലമാണ്. പിന്നെ പുള്ളിക്ക് നെഗറ്റീവായിട്ടൊന്നുമില്ല. അങ്ങനെയുണ്ട്. ഐഷ പോറ്റിയുടെ അവസ്ഥയോ? ഐഷ പോറ്റി ഇപ്പൊ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ ജയിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണല്ലോ ആ സീറ്റ് ഐഷ പോറ്റി എന്നൊരു വ്യക്തി സ്വാധീനം അവിടെ ഉണ്ടായിരുന്നു. അല്ല, ഐഷ പോറ്റി എന്നുള്ള ഒരു സാന്നിധ്യം വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ അവരെ ഏറ്റെടുത്തത്. ഈ പാർട്ടി വിട്ടിത്തവണ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്പലപ്പുഴയിലെ G. സുധാകരൻ. G. സുധാകരൻ ജയിക്കുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. എന്റെ വിശ്വാസം പുള്ളി ജയിക്കാനാണ് സാധ്യത. കാരണം അത് വലിയ UDF മണ്ഡലമാണ് ഈ അമ്പലപ്പുഴ. അവിടെ G. സുധാകരൻ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ജയിച്ചിരുന്നത്. പുനർവിഭജനത്തിന് ശേഷം പഴയ മാരാരിക്കുളമാണ് ഇപ്പോഴത്തെ ആലപ്പുഴ. പഴയ ആലപ്പുഴയിൽ തന്നെ കോൺഗ്രസ്സുകാർ കൂടുതലുള്ള ഭാഗങ്ങളും പഴയ അമ്പലപ്പുഴയെ കൂടി ചേർന്നാണ് ഇപ്പോഴത്തെ അമ്പലപ്പുഴ. അമ്പലപ്പുഴയിൽ CPMകാർ കൂടുതലുണ്ടായിരുന്ന ചില ഭാഗങ്ങളൊക്കെ കുട്ടനാട് മണ്ഡലത്തിലേക്ക് പോയി. അങ്ങനെ ഒരു കുറച്ച കോൺഗ്രസ് മണ്ഡലമാണ് അമ്പലപ്പുഴ. അവിടെയാണ് സുധാകരൻ നിൽക്കുന്നത്. അപ്പം ആ ഒരു കോൺഗ്രസ് എന്നുള്ളൊരു സാധനം അവിടെ ഉണ്ട്. ഈ തൃക്കരിപ്പൂര് ഈ പറഞ്ഞ അചഞ്ചലമായ ഒരു ഇടതു കോട്ടയാണ്. അവിടേക്ക് ഈ പറഞ്ഞ സന്ദീപ് വാര്യരെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കും. അതൊക്കെ ശുദ്ധ തോന്നിവാസം. സന്ദീപ് വാര്യരുടെ അവസ്ഥ ഏത് നിലയിൽ തോൽക്കുന്നാണ്? സന്ദീപ് വാര്യരെ മത്സരിപ്പിക്കണമെങ്കിൽ പാലക്കാട് ജില്ലയിലെ ഏതെങ്കിലും സീറ്റിൽ നിർത്തണമായിരുന്നു. അതല്ലെങ്കിൽ അദ്ദേഹത്തെ മലപ്പുറം ജില്ലയിലെ തവന്നൂരോ പൊന്നാനിയിലോ നിർത്തണമായിരുന്നു. ഇത് രണ്ടും ചെയ്യാതെ ഇദ്ദേഹത്തെ തൃക്കരിപ്പൂര് കൊണ്ട് വിടുക അക്രമമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ആരോടും ചെയ്യാൻ പാടില്ല. ശത്രുക്കളിൽ പോലും ചെയ്യാൻ പാടില്ല. തൃക്കരിപ്പൂര് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ച നമ്മുടെ MP ജോസഫ് എന്ന് പറഞ്ഞ ഒരു പഴയ IAS ഉദ്യോഗസ്ഥൻ, നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. KM മാണിയുടെ മകളുടെ ഭർത്താവ്. അദ്ദേഹം തൃക്കരിപ്പൂര് പോയി മത്സരിച്ചതിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, തൃക്കരിപ്പൂര് അനുഭവങ്ങൾ. അതിൻ്റെ പ്രകാശനത്തിന് ഞാനും പോയിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ 2 കോപ്പിയുണ്ട്. ഒരു കോപ്പി ഞാൻ സന്ദീപ് വാര്യർക്ക് കൊടുക്കരുത് വിചാരിച്ചു. പുള്ളിക്ക് അതുപോലെ എഴുതണം. അതുകൊണ്ട് പിന്നെ MP ജോസഫിന് ഒരു ഗുണം കിട്ടി. ഈ മാർക്സിസ്റ്റുകാർ പുള്ളിയെ ദേഹോദരം ഏൽപ്പിച്ചില്ല.
കാര്യം മാണി ഗ്രൂപ്പ് മറുഭാഗത്താണ്. ജോസ് കെ മാണിയുടെ അളിയനെ കയ്യേറ്റം ചെയ്തെന്നുള്ള പേപ്പറിൽ വിചാരിച്ചിട്ട് അദ്ദേഹത്തോട് അവർ അത്ര ഒരു മര്യാദ കാണിച്ചു. സന്ദീപ് വാര്യർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവും നമുക്കറിയാം. ഈ UDF ഒരു 40 മുതൽ 50 സീറ്റ് വരെ ഒതുങ്ങുമെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇടത് പറഞ്ഞ എന്തായാലും ഉണ്ടാവില്ല. UDF ഒരു 40 മുതൽ 50 വരെ ഒതുങ്ങുള്ളൂ എന്നാണ്. അത് ഒരു സീറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു അതിനെ എത്രത്തോളം എടുക്കാൻ പറ്റും? അല്ല, ഇത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞനുസരിച്ചാണെങ്കിൽ BJPക്ക് ഭൂരിപക്ഷം കിട്ടിയ പുള്ളി മുഖ്യമന്ത്രിയാവില്ല. ഇല്ല, അതിലൊന്നും കാര്യം എല്ലാ പാർട്ടിയും അങ്ങനെയല്ലേ പറയുള്ളൂ. സതീശൻ പറഞ്ഞനുസരിച്ചാണെങ്കിൽ 100 സീറ്റിൽ ഇവർ ജയിക്കും. പിണറായി വിജയൻ പറഞ്ഞനുസരിച്ചാണെങ്കിൽ 100 സീറ്റിൽ അവർ ജയിക്കും. ഇല്ലേ, കേരളത്തിലെല്ലാം കൂടി 140 സീറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മൾ വളരെ ഡിസ്പാഷനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 20 സീറ്റ് ലീഗിന് കിട്ടും. അതിൽ വലിയ 4 സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് കിട്ടും, 1 സീറ്റ് ജേക്കബ് ഗ്രൂപ്പിന് കിട്ടും, 2 സീറ്റ് RSP കിട്ടും, 1 സീറ്റ് CMP കിട്ടും തിരുവനന്തപുരം, 1 സീറ്റ് നമ്മുടെ KK രമയുടെ RMP കിട്ടും. ഇത്രയുമാണ് കോൺഗ്രസ് അല്ലാത്ത ഘടകകക്ഷികൾക്ക് കിട്ടാൻ പോകും. പിന്നെ പോയിട്ട് ഇപ്പോൾ 30 ആവുള്ളൂ. ഇതെല്ലാം കൂടി കൂട്ടിയാലും 30 തികയോന്ന് സംശയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 40 സീറ്റ് കൂടി കിട്ടിയാലേ ഹാഫ് വേ മാർക്കാവും, ഹാഫ് വേ എത്തും. അത് നോക്കുമ്പോൾ 22 സീറ്റാണ് കയ്യിലുള്ളത് കോൺഗ്രസിൻ്റെ. 22 1 23 ആയിരം ഷൗക്കത്ത് കൂടി ചേരുമ്പോൾ 23. അപ്പോൾ 23 സീറ്റ് കയ്യിലുണ്ട്. അവിടെ നിന്ന് പിന്നെ എത്ര എണ്ണം വേണം? 17 സീറ്റ് കൂടി വേണം. കോൺഗ്രസിന് 17 സീറ്റ് പിടിക്കാവുള്ളൂ. അപ്പോൾ ഭൂരിപക്ഷത്തിലെത്തും. 17 സീറ്റ് എന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ സീറ്റ് കിട്ടും. ഇല്ലേ, കണ്ണൂർ കിട്ടും. കോഴിക്കോട് ജില്ലയിൽ വളരെ ബുദ്ധിമുട്ടാണ്. മലപ്പുറം ജില്ലയിൽ പൊന്നാനിയും തവന്നൂരും ഉണ്ട്. പൊന്നാനി ജയിക്കും എന്ന് വിചാരിക്കാം, 1 സീറ്റായി. പിന്നെ പാലക്കാട് ജില്ലയിൽ തൃത്താല ജയിക്കാവുന്നതാണ്. സുമേഷ് അച്യുതൻ മത്സരിക്കുന്ന ചിറ്റൂർ സീറ്റ് ജയിക്കും, അപ്പോൾ 2 സീറ്റായി. തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നാൽ മണലൂർ പ്രതാപൻ ജയിക്കും. തൃശ്ശൂർ ടൗണിൽ രാജൻ പല്ലൻ ജയിക്കും. പിന്നെ ചാലക്കുടി അവർ നിലനിർത്തും, അപ്പോൾ 2 സീറ്റായി. എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ എങ്ങനെ പോയാലും കുന്നത്ത് നാട് കിട്ടും, സംശയമില്ല. അങ്ങനെ ഒറ്റയായിട്ട് ഈ ഉണക്കത്തേക്ക് വീണ പോലെ ഓരോ സത്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, 17 ഒപ്പിക്കാൻ ഇച്ചിരി പാടല്ലേ? കിതപ്പുണ്ടാവില്ലേന്നാ ചോദിക്കുന്നത്. തെങ്ങപ്പക്കാരൻ തേങ്ങ ഇടുന്നല്ലോ, ഉണക്കത്തേങ്ങ വീഴുന്നല്ലേ. അപ്പൊ അതുകൊണ്ട് അത്ര കിതക്കേണ്ട ആവശ്യമില്ല. അല്ല, അങ്ങനെ പോകുമ്പോൾ ഇടുക്കി ജില്ലയിലേക്ക് ചെല്ലുമ്പോൾ കുറച്ചുകൂടി ഇടുക്കി സീറ്റ് വേണമെങ്കിൽ ജയിക്കാം. റോഷി അഗസ്റ്റിനെ തോൽപ്പിക്കാൻ പറ്റും. അതും അത്ര എളുപ്പമല്ല. പീരുമേട് ജയിക്കാം. ഉടുമ്പൻചോല ദേവികുളം ഇതിൽ 2-3 സീറ്റുകൾ ജയിക്കാം ഇടുക്കി ജില്ലയിൽ. പത്തനംതിട്ട ജില്ലയിലും ഈ പറഞ്ഞ പോലെ കോട്ടയത്ത് കൂടുതൽ സീറ്റുകൾ കിട്ടും. പിന്നെ കൊല്ലം ജില്ലയിൽ കൊല്ലം ബിന്ദുകൃഷ്ണ ടൗണിൽ ജയിക്കും. ചാമ്പക്കാല ജയിക്കുകയാണെങ്കിൽ പത്തനാപുരം കിട്ടും. തിരുവനന്തപുരത്ത് അരുവിക്കരയിൽ എണ്ണിപ്പറക്കേണ്ടി വരുമല്ലേ? 17 സീറ്റ് കിട്ടിയാലേ 70 ആവും. ഇപ്പൊ ശശി തരൂർ എന്ന് പറഞ്ഞാൽ 24 മുതൽ 24 to 25 ലീഗ് പിടിക്കുമെന്നാണ് ശശി തരൂർ. 25 സീറ്റ് ലീഗിന് കിട്ടില്ല. 20-21 സീറ്റ് മാക്സിമം കിട്ടും. 40 സീറ്റ് കോൺഗ്രസിന് കിട്ടും, എന്നാലും രക്ഷ. ബാക്കി എല്ലാ ഘടകകക്ഷികളും കൂടി 9. ലീഗിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഈ തഹ്ലിയയുടെ സ്ഥാനാർത്ഥിത്വം എന്തായിരിക്കും? ബുദ്ധിമുട്ടാണ്. 2 കാര്യം കൂടെ ബുദ്ധിമുട്ട്. ഒന്നാമത് പേരാമ്പ്ര ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്. പിന്നെ TP രാമകൃഷ്ണൻ ആളുകൾക്ക് അങ്ങനെ വലിയ എതിർപ്പുള്ളൊരു സ്ഥാനാർത്ഥിയല്ല. രണ്ടാമത് ഈ ഫാത്തിമ തഹ്ലിയ എന്ന് കേൾക്കുമ്പോൾ വലിയ ആവേശമൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഈ മുസ്ലിം സ്ത്രീകൾക്ക് മുസ്ലിങ്ങൾ വോട്ടിയില്ല. അതുകൊണ്ടാണ് നൂർബിന റഷീദ് ഇംപ്രസീവ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് അല്ല. അല്ല, അവര് അതിൽ പ്രതിഷേധം ഉന്നയിച്ചല്ലോ. അല്ല, അതല്ല. നൂർബിന റഷീദ് മത്സരിച്ചപ്പോൾ കോഴിക്കോട് സൗത്തിൽ അവരുടെ വോട്ട് വല്ലാതെ കുറഞ്ഞു പോയി. അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഫാത്തിമ തഹ്ലിയ ചെറുപ്പക്കാരിയാണ്, ഊർജ്ജസ്വലയായിട്ടുള്ള പ്രവർത്തകയാണ്, ഒക്കെ ശരിയാണെങ്കിലും ഈ യാഥാസ്ഥികരായിട്ടുള്ള മുസ്ലിങ്ങൾ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ല. മുസ്ലിം വനിതാ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ല. മലബാറിൽ പ്രത്യേകിച്ചു. തിരുവിതാംകൂറിലെ കുഴപ്പമില്ല. പക്ഷെ ഷാനിമോൾ ഉസ്മാനോ ഒന്നും അങ്ങനെ ബുദ്ധിമുട്ട്. പണ്ട് നബീസാവും ഉണ്ടായിരുന്നു. ഇത് ആദ്യത്തെ 57 നിയമസഭയിൽ പോലും ഐഷാബായി ഉണ്ടായിരുന്നു. 60 നഫീസത്ത് ബീവി ഉണ്ടായിരുന്നു. അപ്പോൾ തിരുവിതാംകൂർ ഭാഗത്ത് അത് പ്രശ്നമില്ല. തിരുവിതാംകൂറിലും കൊച്ചിയിലും വിഷയമല്ല. പക്ഷേ മലബാറിൽ അതൊരു പ്രശ്നമാണ്. മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥികളായിട്ട് ഇപ്പോൾ കാനത്തിൽ ജമീലയൊക്കെ മത്സരിച്ചിട്ടുണ്ട്. CPM വോട്ടർ, അല്ലാണ്ട് മുസ്ലിം വോട്ടർ.
അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നൂർബിന റഷീദ് അതിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. ഇവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നതിൽ ഭയങ്കര പ്രതിഷേധമായിരുന്നല്ലോ. അല്ല, അത് വേറെ പ്രശ്നം. ഞാൻ പറഞ്ഞത് നൂർബിന റഷീദ് തന്നെ കോഴിക്കോട് സൗത്തിൽ മത്സരിച്ചപ്പോൾ, അതുപോലെ PK സൈനബ മലപ്പുറത്ത് മത്സരിച്ചപ്പോൾ അവരുടെ വോട്ട് വല്ലാതെ കുറഞ്ഞു പോയി. അതിന്റെ കാരണം എന്ന് വെച്ചാൽ മലപ്പുറമായിട്ടും സൈനബയുണ്ടോ. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് UDF വലിയ നാണക്കേടായില്ലേ ശരിക്കും? അതൊന്നും ആളുകൾ ഗൗനിക്കില്ലെന്നേ. കോൺഗ്രസ്സുകാരിൽ ഇതൊക്കെയല്ലേ ആളുകൾ പ്രതീക്ഷിക്കുന്നു. ഇത് ഭരണവിരുദ്ധ വികാരമുള്ളൂ, പ്രതിപക്ഷ വിരുദ്ധ വികാരമല്ല. അതുകൊണ്ട് പക്ഷെ എന്നാലും വരാൻ പോകുന്ന UDF ആണെന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്നിടത്തൊരു ഒരു തടസ്സമാണല്ലോ ഈ വയനാട് പുനരധിവാസത്തിൽ UDF എടുത്ത നിലപാടും അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലല്ലല്ലോ. കോൺഗ്രസ്സുകാരെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. അതൊന്നും നമ്മൾ അതിൽ അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. UDF അധികാരത്തിൽ വന്നാൽ KC വേണുഗോപാൽ ആയിരിക്കുമോ മുഖ്യമന്ത്രി? KC വേണുഗോപാൽ ആയിരിക്കില്ല. KC വേണുഗോപാൽ ലാൻഡിയടയ്ക്ക് ഒരു 90 സീറ്റെങ്കിലും കിട്ടണം. അത്ര ഒരു തമ്പിങ് മെജോറിറ്റിയിലാണെങ്കിലേ പുള്ളി വരുള്ളൂ. വരികയാണെങ്കിൽ സതീശൻ എന്തൊക്കെ പറഞ്ഞാലും നല്ല വോട്ട് സമ്പാദിക്കുമല്ലോ. ഇപ്പൊ ഈ കയ്യിലുള്ള 23 കൂടെ 17 സീറ്റ് ഇപ്പൊ കിട്ടാൻ നമ്മൾ എണ്ണിയപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടില്ലോ. എന്ന് പറഞ്ഞ പോലെ ഒരു 80 സീറ്റ് ഒക്കെ ചെന്ന് അവസാനിക്കാനുണ്ട്. 80-85 ചെന്ന് തീരും. ഏറ്റവും കൂടുതൽ 85. അപ്പൊ 80 സീറ്റിൽ ഉള്ളപ്പോ 70 പിന്നെ 10 കൂടുതലുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് പുള്ളി വരാൻ സാധ്യത കുറവാണ്. അപ്പൊ ഒന്നുകിൽ രമേശായിരിക്കും അല്ലെങ്കിൽ സതീശനായിരിക്കും. ഈ ചിലരൊക്കെ പറഞ്ഞിട്ട് ഇത്തവണ തൂക്കുസഭയാവും എന്നുള്ളൊരു BJP RSS കേന്ദ്രങ്ങളിൽ നിന്നുള്ളതാണ് പറയുന്നുണ്ട്. അവര് പറയുന്ന രീതിയിലാണെങ്കിൽ ശരിയാണ്. അവർക്ക് ഒരു 8-9-10 സീറ്റ് കിട്ടിയാൽ തൂക്കുസഭയാവും. കാരണം അതനുസരിച്ച് മറുഭാഗത്ത് കുറയും. കേരളത്തിൽ അതിനൊരു സാധ്യതയുണ്ടോ ഇപ്പോഴത്തെ? പറയാൻ പറ്റില്ല. വളരെ രാഷ്ട്രീയമാണല്ലോ. അതുകൊണ്ട് എന്ത് സംഭവിക്കാം, ആരും ഗോളടിക്കാം എന്ന് പറഞ്ഞ അവസ്ഥയിലാണെങ്കിൽ അതൊക്കെ അത്യാഗ്രഹമാണ്, എന്നാലും അസംഭവ്യമല്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തൂക്ക് സംഭവമാണെങ്കിൽ വന്നേക്കാം. അപ്പോൾ പിന്നെ അവരുടെ നിലപാട് പ്രധാനമായിരിക്കും. ബുദ്ധിമുട്ടായിരിക്കും, മൊത്തം ബുദ്ധിമുട്ടാണ്. ഒരു എന്തായിരിക്കും ഒരു ഏകദേശ ചിത്രം എന്നുള്ളത് ചിന്തിക്കാം. ഏകദേശ ചിത്രം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 80 സീറ്റ് 80-85 സീറ്റ് UDF-നും ഒരു 4-5 വരെ സീറ്റുകൾ BJP-ക്കും മാക്സിമമാണ്. ശേഷം LDF-നുമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും. എങ്ങനെ ആവുമെന്ന് നോക്കാം.